നേരത്തെ ഫണ്ട് നൽകാം എന്നുള്ള തീരുമാനത്തിൽ എത്തിയിരുന്നെങ്കിലും PMശ്രീയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചതിന്റെ ഭാഗമായിട്ടാണ് അത് തടഞ്ഞുവെക്കാൻ ഉള്ള കാരണം. വിജിൻ, ഒരു സംശയം ചോദിക്കട്ടെ. ഇതിപ്പോൾ SSK ഫണ്ട് നൽകില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ കേന്ദ്രം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടല്ലോ, അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ? ധാരണാപത്രം മരവിപ്പിക്കുക എന്നുള്ളതാണ്. നേരത്തെ പഞ്ചാബ് ഇത്തരത്തിൽ തങ്ങൾക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ധാരണാപത്രം മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ മരവിപ്പിച്ചപ്പോൾ ഈ ഫണ്ട് ഒക്കെ തടഞ്ഞു വെക്കുകയും അത് അത്തരം വിഹിതങ്ങളൊന്നും നൽകാതിരിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തത്. അതിനെ തുടർന്ന് പിന്നീട് പഞ്ചാബ് ഈ പദ്ധതിയുമായി സഹകരിക്കാം എന്നുള്ള കത്ത് നൽകുകയും തുടർന്ന് ഫണ്ട് ലഭ്യമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പദ്ധതി മരവിപ്പിക്കാനാണ്. നേരത്തെ തന്നെ അത്തരം ഒരു തന്ത്രപരമായ നീക്കം തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഒപ്പിട്ടാലും മറ്റ് നടപടിക്രമങ്ങൾ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് എത്തിയത്. ഉദ്യോഗസ്ഥർക്ക് അത്തരം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കുക, ഒപ്പം തന്നെ അത് ക്രോഡീകരിച്ച് പ്രപ്പോസൽ സമർപ്പിക്കുക എന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുണ്ട്. ഈ ചെറിയ കാലയളവിനുള്ളിൽ സംസ്ഥാന സർക്കാരിന്റെ കാലാവധി തീരാൻ, ഇനി മന്ത്രിസഭയുടെ കാലാവധി തീരാൻ 6 മാസത്തോളം മാത്രമാണ് ബാക്കിയുള്ളത്. ആ ചെറിയ കാലയളവിനുള്ളിൽ എന്തായാലും പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന കാര്യം സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒക്കെ അറിയുന്ന കാര്യമാണ്. ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ വിജയമായി കാണാൻ തന്നെയാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിനെ കൊണ്ട്, ആ സംസ്ഥാനത്തെ കൊണ്ട് ഇങ്ങനെയൊരു ഒപ്പുവെപ്പിക്കുന്ന ഒരു സമ്മർദ്ദത്തിലേക്കൊക്കെ BJP എത്തിയത്. അതിന്റെ ഭാഗമായി BJPക്ക് അതൊരു ഗുണം ചെയ്തു എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു. അതാണ് K. സുരേന്ദ്രനും ഒപ്പം തന്നെ കേരളത്തിലെ BJP നേതാക്കളും ഒക്കെ പറഞ്ഞത്. ഇതിന്റെ ഭാഗമാകാതെ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ ഒരു രാഷ്ട്രീയ വിജയമായി ഒരു ആഘോഷിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ സർക്കാർ മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് നിലവിൽ തീരുമാനിച്ച് അത് ഔദ്യോഗികമായി അറിയിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഫണ്ട് ഉൾപ്പെടെയുള്ളവ തടഞ്ഞു വെക്കുന്ന ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ വീണ്ടും കടന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്തു കാണേണ്ടത്. നിലവിൽ എന്തായാലും ഫണ്ട് കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് പോവില്ല സംസ്ഥാന സർക്കാർ. ഒരുപക്ഷെ LDF യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനായി ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ ഇടതുമുന്നണി യോഗം ചേരാനിരിക്കുകയാണ്. നമുക്കറിയാം PMശ്രീയിലെ CPയുമായുള്ള പ്രശ്നപരിഹാരത്തിന് ശേഷമുള്ള യോഗമാണ് ഇന്ന് നടക്കുന്നത്. ഈ SSK ഫണ്ട് തടഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കരാറിലെ അവ്യക്തത, ഇതൊക്കെ തന്നെ ആയിരിക്കുമോ പ്രധാന അജണ്ട? അമൃത, LDF യോഗം ചേരുന്നത് അത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പായി ഉള്ള LDF യോഗമാണ്. സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ളവയൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെയൊരു വലിയ പ്രതിഷേധം CPയുടെ ഭാഗത്തുനിന്ന് PMശ്രീയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. സ്വാഭാവികമായി RJD ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും അതേ അഭിപ്രായം രേഖപ്പെടുത്തുകയും കടുത്ത നിലപാട് PMശ്രീ വിഷയത്തിൽ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും PMശ്രീ വിഷയം ഉറപ്പായും LDF യോഗത്തിൽ ചർച്ചയാകും. അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ, അത് രാഷ്ട്രീയപരമായി ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയ ഒരു തിരിച്ചടി, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, CPI എടുത്ത കടുത്ത നിലപാട്, CPI വകുപ്പുകളിൽ ഉൾപ്പെടെ ഈ കേന്ദ്ര നിബന്ധനകൾ പാലിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉൾപ്പെടെ CPM നേതാക്കൾ ഈ യോഗത്തിൽ ചൂണ്ടിക്കാട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് LDF യോഗത്തിൽ ചർച്ചയാവുക. അതിന് തൊട്ട് മുമ്പായി ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും സംസ്ഥാന സമിതി യോഗവും നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPI ഉയർത്തിയ സമ്മർദ്ദം, അതിന് വഴങ്ങേണ്ടി വന്ന സാഹചര്യം ഉൾപ്പെടെയുള്ളവ ചർച്ചയാകും. നിലവിൽ ഈ CPI ഇക്കാര്യം ബോധ്യപ്പെടുത്താതെ PMശ്രീയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലൊക്കെ CPIയെ വിശ്വാസത്തിലെടുത്തു വേണമായിരുന്നു മുന്നോട്ട് പോകാൻ എന്നുള്ള അഭിപ്രായം ചില നേതാക്കൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ച എന്തായാലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമിതി യോഗങ്ങളിൽ ഉയരും. CPI ഇങ്ങനെ കടുത്ത സമ്മർദ്ദത്തിലേക്ക് പോവുകയും CPMന് അത് രാഷ്ട്രീയപരമായി തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്ത വിഷയങ്ങൾ ഉൾപ്പെടെയാണ് സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചയാവുക. CPMന് ഒരു നയവ്യതിയാനം ഉണ്ടായി എന്നുള്ള നിലയിലാണ് CPI അവതരിപ്പിച്ചത് എന്നുള്ള വികാരം CPM നേതാക്കൾക്ക് ഉണ്ട്. കാരണം ഈ PMശ്രീ വിഷയത്തിൽ BJPയുമായി ഒരു സന്ധി ചെയ്യലിന് CPM തയ്യാറായി. പക്ഷേ CPI അത് എതിർത്ത് തോൽപ്പിച്ചു എന്നുള്ള നിലയിൽ ഉള്ള പ്രചാരണമാണ് സംസ്ഥാനത്താകെ നടക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ CPIയുടെ സമ്മർദ്ദം അങ്ങനെയൊരു CPMനെ ഇകഴ്ത്തിക്കാട്ടാനുള്ള നീക്കമായിട്ട് വിലയിരുത്തുന്ന നേതാക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഉൾപ്പെടെയാണ് ഇന്ന് സംസ്ഥാന സമിതി യോഗത്തിലും ചർച്ച വരിക. അതിന്റെ ബാക്കിയുള്ള ചർച്ചകളായിരിക്കും LDF യോഗത്തിലും ഉണ്ടാവുക. അമൃത.